കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ അതിൽ സുപ്രധാനമായിട്ടൊരു വിധി ഇന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് ഈ സുപ്രീം കോടതി വിധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്നൊരു സംശയം, എന്തിനു വേണ്ടിയിട്ടാണ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പോയത്? അതാണ് ഇന്ന് ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിലെ ധനകാര്യമന്ത്രി സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം പറയുന്നത് ചരിത്രപരമായ വിധിയാണ്, കേരളത്തിന് വലിയ നേട്ടങ്ങളാണ് ഈ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന് അനുകൂലമായി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കേരളം ഉന്നയിച്ച ഒരാവശ്യവും പരിഗണിക്കുവാനോ അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തുവാനോ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ ഇന്നത്തെ ആ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് ഭരണഘടനയുടെ 293 ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ഹർജി, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 293. അപ്പോൾ ആർട്ടിക്കിൾ 293മായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ കഴിഞ്ഞ 70-75 വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായി ഒരു ഹർജി വന്നപ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതി എന്താ ചെയ്യുന്നത്? അത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ റിവ്യൂവിന് വേണ്ടി വിട്ടു. അതായത് ഈ ഹർജി നിയമപ്രകാരം നിലനിൽക്കുന്നതാണോ അല്ലയോ, അതാണല്ലോ ഭരണഘടനാപരമായി ബന്ധപ്പെട്ട ഏത് കേസ് സുപ്രീം കോടതിയുടെ പരിധിയിൽ വന്നാലും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നാലും സുപ്രീം കോടതി ആദ്യം ചെയ്യുക അത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് വിടുക എന്നുള്ളതാണ്. ഭരണഘടനാ ബെഞ്ചാണ് ആ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനാ വിഷയങ്ങളെ പരിശോധിക്കുന്നത്. പക്ഷെ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഈ സുപ്രീം കോടതിയിലെ ഹർജിക്ക് പോയത്. കാരണം എന്താ? തങ്ങളുടെ വീഴ്ചകൾ മൂടി വെക്കുക. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഗുരുതര ചർച്ചയായ ആ നിമിഷം മുതൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം UDF ഇവിടെ ശക്തമായി പറയുന്ന ഒരു വാദമുണ്ട്, കേരളം ഉന്നയിക്കുന്ന വാദങ്ങളൊന്നും ശരിയല്ല, കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇപ്പോൾ എന്താ, ഏതൊക്കെയാലും ഈ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ ഹർജി നൽകുകയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മുഴുവൻ പുറത്തു വരികയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി എന്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം. കാരണം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം എന്താ, ഇന്ത്യ മഹാരാജ്യത്തെ നിയമങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് പിണറായി വിജയൻ സർക്കാർ ഈ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം കേരള നിയമസഭ തന്നെ പാസാക്കിയ നിയമമാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്. ആ ആക്ട് പ്രകാരം നമുക്കറിയാം 3% മുകളിലേക്ക് നമുക്ക് കടമെടുപ്പ് പരിധി ഉയർത്താൻ കഴിയില്ല. ഈ ഹർജിയിൽ ഇവിടെ കേരള സർക്കാർ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ കടമെടുപ്പ് പരിധി 3.5% ഉയർത്തണം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ തന്നെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് 4.25%. ഈ കേരളം ആവശ്യപ്പെടുന്ന രീതിയിൽ 25,000 കോടി കൂടി കടമെടുക്കുവാൻ അനുവദിച്ചാൽ കേരളത്തിന്റെ കടമെടുപ്പ് എന്ന് പറയുന്നത് 7% ഉയരും. കേരളം മറ്റൊരു ശ്രീലങ്കയായി മാറുവാൻ ഇനി അധികം മുഹൂർത്തം അധികം സമയമൊന്നും വേണ്ട.